ഈ ഒരു റിസോർട്ടിലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ ഡിലക്സ് കാറ്റഗറി റൂം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഈ ഒരു 5 ബെഡ്റൂം വരുന്നതും പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു 5 ബെഡ്റൂം കോട്ടേജാണ്. നമുക്ക് നേരെ ഉള്ളിൽ ചെന്നിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു 5 ബെഡ്റൂം കോട്ടേജിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ ചെറിയൊരു വരാന്തയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് മെമ്പേഴ്സിനൊക്കെ ഇരിക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ നേരെ ഫ്രണ്ട് സൈഡിലായിട്ട് നമ്മളൊരു നാച്ചുറൽ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് റൂമും അതിൽ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന റൂംസാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യം ഇവിടുത്തെ കോമൺ ഹാളെന്ന് കാണാം. കോമൺ ഹാളിലേക്ക് വരുമ്പോൾ വളരെ ലാർജ് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ഇരിക്കാനൊക്കെയുള്ളൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഈ ഒരു ഹാളിൽ ഫാനും പിന്നെ വാഷ് ബേസൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന റൂമാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഒരു കിങ് സൈസ് ബെഡ് കൊടുത്തിരിക്കുന്നതാണ്. വളരെ പ്രോപ്പറായിട്ട് ബെഡ് ചെയ്തിട്ടുണ്ട്. റൂമിൽ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ റൂമിലായിട്ട് 2 സോഫ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു മിനി ടേബിളും കൊടുത്തിരിക്കുന്നത് കാണാം. റൂമിൽ AC-യും അതുകൂടാതെ ഫാനും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ബെഡിന് ഓപ്പോസിറ്റായിട്ട് TV-യും അതേപോലെ തന്നെ വേസ്റ്റ് ഇടാൻ ആവശ്യമായ വേസ്റ്റ് ബിന്ന്, സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഷെൽഫും കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ വലിയൊരു മിററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ബാത്റൂമിൽ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും കീപ്പ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു റൂമാണ് നമ്മൾ കണ്ടത്. 2 റൂം വരുന്നുണ്ട്. 2ഉം ഒരേ സ്ട്രക്ചറിൽ വരുന്ന റൂമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലുള്ള 3 റൂമുകളാണ്. 3ഉം ഒരേ സ്ട്രക്ചറിൽ തന്നെ വരുന്ന റൂമാണ്. 3 റൂമുകൾക്കും കോമൺ ആയിട്ട് വലിയൊരു വരാന്ത കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടുന്ന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നാച്ചുറൽ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ 3 റൂമുകൾക്കും ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ ഇതേപോലെ തന്നെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കപ്പിൾസൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റും. നമുക്കൊരു റൂം കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാ റൂമുകളും മനസ്സിലാവുന്നതാണ്. നമുക്ക് നേരെ റൂമിലേക്ക് പോകും. താഴെ കൊടുത്തിരിക്കുന്ന റൂമിൽ നിന്നും കംപ്ലീറ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന റൂമിനുള്ളത്. ആദ്യം തന്നെ നമ്മളൊരു ലിവിങ് ഏരിയയിലേക്ക് കയറും. ഓപ്പോസിറ്റായിട്ട് 2 സോഫകൾ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ഒരു മിനി ടേബിളും സൈഡിലായിട്ട് ചെറിയൊരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് കെറ്റിലും അതേപോലെ തന്നെ മിനറൽ വാട്ടർ ഒക്കെ ഈ ഒരു റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമിലായിട്ട് കിങ് സൈസ് ബെഡാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ AC, ഫാൻ, മിനി ടേബിൾ, ചാർജിങ് പോയിൻ്റ് തുടങ്ങിയവ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ബെഡിന് ഓപ്പോസിറ്റായിട്ട് TV-യും അതേപോലെ തന്നെ വേസ്റ്റ് ഇടാൻ ആവശ്യമായിട്ടുള്ള വേസ്റ്റ് ബിൻ പിന്നെ ഒരു മിററൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ വരുന്നത്. ബാത്റൂമിൽ മിറർ, വാഷ് ബേസ് അതേപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോട്ടേജിൽ കോമൺ ആയിട്ട് ചെറിയൊരു ഗെയിം സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് ഫുട്ബോളും അതേപോലെ തന്നെ ക്യാരംസ് കളിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കും. അപ്പോൾ ഈ ഒരു കോട്ടേജിലെ 5 ബെഡ്റൂം കോട്ടേജിലെ റൂംസിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിലാവാത്തായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്യുക, കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഫാമിലീസും അതേപോലെ തന്നെ കപ്പിൾസാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ബാച്ചിലേഴ്സിൻ്റെ ഗ്രൂപ്പ് നിലവിൽ നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ഒരു A-ഫ്രെയിം കോട്ടേജ്, അത് 2 ബെഡ്റൂം വരുന്ന പ്രൈവറ്റ് പൂളോട് കൂടിയിട്ടുള്ള ഒരു A-ഫ്രെയിം കോട്ടേജ് വരുന്നുണ്ട്. നമുക്ക് നേരെ അടുത്ത വീഡിയോയിലേക്ക് പോകാം.